ഹലോ ഗായ്സ്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പം സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നൊരു സാധനമാണ് കേട്ടോ ഇത് ഞാനിപ്പം കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. എൻ്റെ അമ്മ സാധാരണ നെയ്യിൽ ഈ പഴം ഇട്ടിട്ട് പൊരിച്ച് തരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിത് കുറച്ചും കൂടി എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തതെന്ന് പറയാം. നമുക്ക് ഈ പഴം വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ റൗണ്ടായിട്ട് അരിയുക, അല്ലെങ്കിൽ നീളത്തിലറിയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് കേട്ടോ അരിയേണ്ടത്. ഞാൻ എന്തായാലും നീളത്തിൽ അരിയൽ, എൻ്റെ അമ്മ അരിയുമ്പോൾ റൗണ്ടിലായിരുന്നു അരിയാറുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നെയ്യിലുണ്ടാക്കാം, വെളിച്ചെണ്ണയിലുണ്ടാക്കാം പൊരിക്കുന്നത് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് നെയ്യിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇത്തിരി എടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് പഴം അങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് അതിനെ ഇങ്ങനെ ബ്രൗണിഷ് കളറാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ കളറാവുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ടാൽ മതി. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഈ ബ്രൗൺ കളർ വരുന്നതാണ് എനിക്കിഷ്ടം. എന്നിട്ട് അത് രണ്ട് ഭാഗം ആയതിന് ശേഷം ഇത്തിരി ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുന്നതും ടേസ്റ്റാണ്, അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കുന്നതും ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കൊക്കെ ഭയങ്കര മധുരം ക്രേവിങ് ഉണ്ട്, ആർക്കൊക്കെ മധുരം ഭയങ്കര ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിരകി വെക്കുക, തേങ്ങ ചിരവി വെക്കാൻ മറന്നു പോകരുത്. അതിലേക്ക് ഇത്തിരി തേങ്ങ ഇടുക, ആവശ്യത്തിന് തേങ്ങ ഇടുക. അതുപോലെ ഏലക്കായി മിക്സിയിലിട്ട് പൊടിക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് പൊടിക്കണം കേട്ടോ. എന്നാലും അത് ആ ഉണ്ടകൾ പൊടിഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ കിടക്കും. എന്നിട്ട് കടിക്കുമ്പോൾ എന്തോ പോലെ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അത് ഇടുക. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് ഇടാൻ. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പം അത് ഇട്ട് നോക്കട്ടെ. ഇത്തിരി ഇട്ടാൽ മതിയേ, ഓവറായിട്ടുണ്ടെങ്കിൽ കുത്തും, അതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കും. അതുപോലെ നിങ്ങൾക്ക് കപ്പലണ്ടി ഈ നിലക്കടലല്ലേ ഇതിലേക്ക് അത് ഇട്ടാൽ കേട്ടോ. അത് കടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അത് കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ എന്തായിരുന്നു നിങ്ങൾ കഴിക്കാമെന്ന് പറയണേ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ടേസ്റ്റ് വന്നെങ്കിൽ നമുക്ക് പാൽ ചായ കുടിക്കാം, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം. നിങ്ങൾക്ക് ഏത് ചായയാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. ഇനി ഞാൻ 2 ചായയും കുടിക്കാറുണ്ട്, പക്ഷെ ഞാൻ അത്ര ചായ പ്രേമിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ചായ എഡിക്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എനിക്കങ്ങനെ ചായ എഡിക്ഷൻ ഇല്ല. എൻ്റെ വീട്ടിൽ ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. അവൾ ഇപ്പം പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കുഴപ്പമില്ല, അവർ കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് ഓഫാക്കിയിട്ട് ഇടാൻ നോക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ചൂടായിട്ട് മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കും. ശർക്കരയൊക്കെ ഇടുമ്പോൾ ലാസ്റ്റിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് ഭയങ്കര മെൽട്ടായിട്ട് ഒട്ടിപ്പിടിക്കും. കാണാൻ വലിയ ലുക്കില്ല എന്നുള്ളൂ, ഭയങ്കര ടേസ്റ്റായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.